ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം ഒരു എതിർ ഫാക്ടറായി മാറുന്നു. UDF-ന് തിരിച്ചടിയാവും. അതിൻ്റെ ഗുണം മുഴുവൻ LDF-നല്ല, BJP-ക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെയും പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെ മുരാരി ബാബു തുടങ്ങിയുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള ശബരിമല സ്വർണ്ണ കൊള്ളയുടെയും ഒക്കെ ഗുണഭോക്താക്കളാക്കാൻ പോകുന്നത് UDF അല്ല, BJP-യാണ്. അതാണ് ഇപ്പോൾ ഈ ഇലക്ഷന് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിലിപ്പോൾ ഇവർ എന്തൊക്കെയാണ് CPM കാണിക്കുന്നത്, എന്തൊക്കെയാണ് കോൺഗ്രസ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ഒരു ഇതേപോലെ കോൺഗ്രസ്സിന് തിരിച്ചടിയാവാൻ സാധ്യതയുള്ളതാണ്. കോൺഗ്രസ്സിനകത്ത് ഒരു യോജിപ്പില്ല. അടുത്ത മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ തുടങ്ങി. അതാണ് അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ സിംഹത്തെ കൊല്ലുന്നതിന് മുൻപ് അതിൻ്റെ തോൽ ഓഹരി വെക്കരുത്. ഇലക്ഷൻ നടന്നിട്ടില്ല, ഇവർ ജയിച്ചിട്ടില്ല, ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഇതെല്ലാം അതായത് ഇലക്ഷൻ നടന്ന് ഭൂരിപക്ഷം തീരുമാനമായിട്ട് വേണ്ടതാണ് ആര് മുഖ്യമന്ത്രി ആരാണെന്ന്. അതിപ്പോഴേ തീരുമാനിക്കുക. അത് VD സതീശൻ വേണോ, അതോ K സുധാകരൻ വേണോ, അതോ രമേശ് ചെന്നിത്തല വേണോ, അതോ മുരളീധരൻ തന്നെയാണോ കൊടുക്കേണ്ടത്? അരിച്ചോക്കൂ. അതായത് യാതൊരു വിവേകമില്ലാതെ പെരുമാറുന്നത്. പിന്നെ ഇതിൽ എന്നെ വളരെ നിരാശപ്പെടുത്തിയ ഒരാൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പ് നിരാശപ്പെടുത്തിയ ഒരാൾ ശശി തരൂര. അദ്ദേഹത്തിൻ്റെ ഒരു വായനക്കാരനായിരുന്നു. പണ്ടേ ഞാൻ ശ്രദ്ധിച്ച ഒരാൾ, അത് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ. കാരണം അദ്ദേഹം ഹിന്ദുവിലൊക്കെ കോളം എഴുതിയിരുന്നു. പിന്നെ ഒരു മലയാളിയാണ് എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വളരെ സുന്ദരനാണ്, വളരെ മധുരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് സംസാരിക്കും, പല കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അദ്ദേഹം കുറച്ചു കാലമായിട്ട് പെരുമാറുന്നത് മുഴുവൻ വളരെ അപകടം പിടിച്ച രീതിയിലാണ്. എൻ്റെ ധാരണ അനുസരിച്ച് അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി UDF-ന് സാധ്യത ഉണ്ടാവുമായിരുന്നു. കാരണം മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾക്കൊക്കെ സമ്മതനായ ഒരാളാണ് ശശി തരൂർ. ശശി തരൂരിൻ്റെ കയ്യിലേക്ക് കൊടുക്കാത്തത് മറ്റു കോൺഗ്രസ്സുകാരാണ്. അതെ, അടുപ്പിക്കുന്നില്ല. അല്ല മറ്റൊരു മതിയായിരുന്നേന്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് 3 തവണ തിരുവനന്തപുരത്ത് അദ്ദേഹം ലോക്സഭയിലേക്ക് പോയില്ലേ. ഇനി അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിക്കുമോ അറിഞ്ഞൂടാ എനിക്ക്. ഇപ്പോൾ അത് എവിടെയാണെന്ന് സംശയം. ആർക്ക്? നമുക്കല്ല, അദ്ദേഹത്തിന് സംശയം. ഇപ്പോൾ PM ശ്രീ എന്നുള്ള കരാറിൽ ഒപ്പിട്ടതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നു. അനവധി ഘട്ടങ്ങളിൽ സ്വന്തം പാർട്ടിയുടെ ഇന്ത്യ ബ്ലോക്കിനെയും അപകടത്തിലാക്കുന്നുണ്ട് അദ്ദേഹം. ഒന്നുകിൽ BJP അനുകൂലമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യത്തിലാണ് അദ്ദേഹം എന്ന് തോന്നിക്കുന്നു. അത് ഏത് പാർട്ടിയാണ്? രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുതെന്ന്. അതെ അതെ അതെ. അല്ല, അതൊക്കെ വാചകമാണല്ലോ. രാഷ്ട്രമാണ് വരുന്നപ്പോൾ നമുക്കറിയാം. പക്ഷേ ആ പറഞ്ഞ ആർക്ക് വേണ്ടിയാണ് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് അതേ ഏത് പാർട്ടിയിലാണ്, ഏത് മുന്നണിയിലാണ് എന്നിപ്പോൾ നമുക്കാർക്കും അറിയുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു വിചാരിക്കുക. എനിക്കൊരു സംശയമില്ല, ശശി തരൂർ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത തവണ എൻ്റെ കണക്ക് കേരള മുഖ്യമന്ത്രി ആവാമായിരുന്നു. ഇനി അത് ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തെ അവരാരും വിശ്വസിക്കുന്നില്ല. അല്ല, ശശി തരൂരിനെ വിശ്വാസത്തിലെടുക്കാതിരുന്നത് കോൺഗ്രസ്സുകാരാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ അതല്ല വിഷയതല്ല, എൻ്റെ കണക്കിന് അതല്ല. കാരണം കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് എന്തൊക്കെ പടലവണക്കങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ ഗ്രൂപ്പ് തർക്കം, അതൊക്കെ എന്നുണ്ട്. കോൺഗ്രസ്സിൽ എന്നും ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ്, സമവായം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ളതൊക്കെ ശശി തരൂരിൻ്റെ പേര് വരുമായിരുന്നു. വന്നാൽ എൻ്റെ ഊഹം മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി ആവുമായിരുന്നു. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായി 1-2 വട്ടം കേരളം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്, ഇതൊക്കെ എൻ്റെ ഊഹമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാം. അതിപ്പോൾ ഇവിടെ ദേവഗൗഡ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ രാജ്യത്ത് അല്ലേ, ദേവഗൗഡ പ്രധാനമന്ത്രിയായ സ്ഥലത്ത് ആർക്കും പ്രധാനമന്ത്രി ആവാം. അപ്പോൾ എന്താണ് അദ്ദേഹം ഇപ്പോൾ എന്താ കളിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നിരാശപ്പെടുത്തുന്ന, അതായത് UDF-ൻ്റെ തിരിച്ചുവരവിനെ ഏറ്റ ആദ്യത്തെ അടി ശശി തരൂരിൻ്റെയാണ്. കാരണം ശശി തരൂരിനെ ആളുകൾ പാർട്ടിയോ മുന്നണിയോ നോക്കാതെ വോട്ട് ചെയ്തിട്ടുണ്ട്. മലയാളിയാണ് എന്നുള്ളതിൽ പൊതുവെ മലയാളികൾക്ക് മൊത്തത്തിലൊരു അഭിമാനമുണ്ട്, ഒരു അന്തർദേശീയ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആരാ നേരത്തെ അങ്ങനെ ഉള്ളത്? VK കൃഷ്ണമേനൻ അങ്ങനെ ഉള്ളത്. VK കൃഷ്ണമേനൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ, അതായത് അദ്ദേഹം ലണ്ടനിൽ ജനിക്കുന്നു, ഡൽഹിയിൽ വളരുന്നു, ഇംഗ്ലണ്ടിൽ പഠിക്കുന്നു, പിന്നെ UN-ൽ ന്യൂയോർക്കിൽ അദ്ദേഹം UN ആസ്ഥാനത്ത് വലിയൊരു സ്ഥാനത്തിരിക്കുന്നു. ഞാൻ 2006 അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അന്ന് അദ്ദേഹത്തെ അങ്ങനെ പൊതുവെ ആൾക്കാരങ്ങനെ അറിയുന്ന ആളായിട്ടില്ല.
പിന്നെ ആ മത്സരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരാൾ നമ്മുടെ കെ.ആർ. നാരായണ, ഇതുപോലൊരു മലയാളിയാണ്. പിന്നെ അദ്ദേഹം പിന്നെ ഇവിടുന്ന് 1-2 വട്ടം ജയിച്ചു പോയി, ലോക്സഭയിലേക്ക് എത്തി, പിന്നെ ഉപരാഷ്ട്രപതിയായി, രാഷ്ട്രപതിയായി, അങ്ങനെ മരിച്ചു. അപ്പോൾ അങ്ങനെ ആ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആകാൻ പറ്റിയൊരു തരത്തിലാണ് കെ.ആർ. നാരായണൻ ഉള്ളത്. കാരണം അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള വാദങ്ങളും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും പറ്റില്ല. അദ്ദേഹം വളരെ അക്കാഡമിക്കായിട്ട് പഠിച്ചപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ ടൈപ്പുള്ള ഒരാളാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ മാതിരി അവിടെയൊക്കെ പഠിച്ചു, അവിടെയൊക്കെ കോയമ്പത്തൂരൊക്കെ അധ്യാപകനായി, ഫിലോസഫി പ്രൊഫസറായി, എഴുത്തുകാരനായി വന്നു, പിന്നെ ഉപരാഷ്ട്രപതിയായി, രാഷ്ട്രപതിയായി, അങ്ങനെ. അപ്പോൾ ഞാൻ വി.കെ. കൃഷ്ണമേൻ്റെ വലിപ്പമൊന്നും ശശി തരൂരിനുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ തരത്തിൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ജനിച്ചു, കേരളത്തിൽ വളർന്നു, ഇവിടെ കൂടി വന്നാൽ മദ്രാസിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോയി പഠിക്കും. ഇതങ്ങനെ ഇതൊരു ഇൻ്റർനാഷണൽ ആയിട്ടൊരു ഒരു 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 കാഴ്ചപ്പാട്, ഒരു ഔട്ട്ലുക്ക് ഒക്കെ ഉണ്ട് അദ്ദേഹത്തെ പ്രസംഗം കേട്ടാൽ അറിയാം, ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആരാപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും പുറത്തും എനിക്ക് അറിഞ്ഞൂടാ വലിയ പണ്ഡിതന്മാർ, ഇപ്പോൾ ജയറാം രമേശിനെ പോലെ ആളില്ലാന്ന് എല്ലാം പറഞ്ഞിട്ടോ, പൊതുവെ എഴുത്തുകാർ, ഗവേഷകന്മാർ, പണ്ഡിതന്മാർ, ചിന്തകന്മാർ അങ്ങനെ ഇല്ലല്ലോ. ഈ അധികാര രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഗുണപ്പെട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആ കക്ഷി രാഷ്ട്രീയത്തിൽ വീണുപോയി എന്നുള്ളതാണ്. ഇങ്ങനെ അതെ, അല്ല അദ്ദേഹത്തിൻ്റെ മേലെ നിൽക്കേണ്ട ഒരാളാണ്. അദ്ദേഹം മേലെ നിന്നാൽ അത് ഘടകകക്ഷികളും ഒരു കക്ഷിയിലും പെടാത്ത വോട്ടർമാരും മനസ്സിലാക്കുമായിരുന്നു. ഇതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് 3ാം പിണറായി സർക്കാർ വരുമല്ലോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ രഞ്ജിത്തിനോട് പറയുന്ന മറുപടി വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല.